മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ് പ്രിയ പ്രേക്ഷകരെ. പ്രത്യേകിച്ച് കിഫ്ബി, അതായത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് കിഫ്ബി രൂപീകരിച്ചത് എന്നതായിരുന്നു ഇടത് സർക്കാരിന്റെ അവകാശവാദം. അതായത് കിഫ്ബിയിലൂടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ധവളപത്രത്തിൽ പറയുന്നത് കിഫ്ബി എന്നത് സംസ്ഥാനത്തിന് വലിയ ബാധ്യതയായി മാറുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തിന്റെ നികുതി കിഫ്ബിയിലേക്ക് വകമാറ്റി കിഫ്ബി അടിസ്ഥാന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. ഒപ്പം കേന്ദ്ര സർക്കാരും കിഫ്ബിയെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിന് തുല്യമായ തരത്തിൽ ആണ് കിഫ്ബിയിലൂടെ ചെലവാക്കുന്ന തുകയെ സംസ്ഥാനത്തിൻ്റെ ബാധ്യതയുടെ പട്ടികയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കിഫ്ബി രൂപീകരിച്ചതും അതിൻ്റെ പ്രവർത്തനങ്ങളും യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന വിമർശനം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. സൂചിപ്പിക്കുന്ന പോലെ 5.07 ലക്ഷം കോടി രൂപ, അതാണ് സാമ്പത്തിക വർഷത്തിലെ കേരളത്തിൻ്റെ ബാധ്യത എന്നതാണ്, കടം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെയാണ് ഈ സർക്കാർ ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നതാണ് ഈ ധവളപത്രം പുറത്തിറക്കുമ്പോൾ വി.ഡി. സതീശൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം വരവ്, ചെലവ്, ഇത് തമ്മിലുള്ള അന്തരം, റവന്യൂ കമ്മി, ധനക്കമ്മി, ഇത്തരം ഡേറ്റകൾ കൂടി തീർച്ചയായും ഈ ധവളപത്രത്തിൻ്റെ ഉള്ളടക്കത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം മറ്റു വർഷങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു താരതമ്യം ഈ ധവളപത്രത്തിൽ ഉണ്ടാകും. അതായത് എപ്പോൾ മുതലാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ബാധ്യത വലിയ തോതിൽ വർദ്ധിച്ചത്, അതിന് കാരണമായിട്ടുള്ള വസ്തുതകൾ എന്തൊക്കെ, ഈ സൂചനകൾ കൂടി തീർച്ചയായും ധവളപത്രത്തിൽ ഉണ്ടാകും. ധവളപത്രം എന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് അത് പൂർണ്ണമായും എത്തിക്കുക എന്നത് പ്രയാസകരമാണ്. അത് ആധികാരികമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, അത് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ വീണ്ടും ഡാനിലേക്ക് പോകുമ്പോൾ, ഡാൻ, കിഫ്ബിക്ക് വിമർശനമുണ്ട് എന്ന് തന്നെയാണല്ലോ ഈ ധവളപത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കിഫ്ബിയുടെ ലക്ഷ്യം കൈവരിക്കാൻ കിഫ്ബിക്ക് സാധിക്കാതെ പോയി എന്ന് ധവളപത്രം വിലയിരുത്തുകയാണല്ലോ ഡാൻ. സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ടാക്സ് റവന്യൂ ആണ്, അഥവാ നികുതി വരുമാനമാണ്. ആ നികുതി വരുമാനം വളരെ ബോധപൂർവം കിഫ്ബിയിലേക്ക് വകമാറ്റിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായി ധവളപത്രത്തിൽ എടുത്തു പറയുന്നത്. അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ, കിഫ്ബി നൂതന സംരംഭങ്ങൾ അത് കൃത്യമായി ഉദാസീനതയില്ലാതെ മറ്റ് ലാബ്സ് ആകാത്ത തരത്തിൽ അത് നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ചൊരു പദ്ധതിയാണ്. പക്ഷേ അത് ഫലം കണ്ടില്ല. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ മുൻഗണനാ ക്രമത്തിലായിരുന്നു കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത്. ഇതിലൂടെ 56,000 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാനത്തിനുണ്ടായി എന്ന ഗുരുതരമായ പരാമർശം ഈ ധവളപത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയമായ ഏറ്റവും വലിയൊരു ആരോപണമായി എൽ ഡി എഫിന് മുന്നിലേക്ക് UDF വെക്കാൻ പോകുന്നതും കിഫ്ബി എന്തിന് രാഷ്ട്രീയവൽക്കരിച്ചു, അതിലൂടെ സംസ്ഥാനത്തിന് ഈ 56,000 കോടി രൂപയുടെ അധിക ബാധ്യത എന്തിനുണ്ടാക്കിയെന്ന കാര്യമായിരിക്കും. ഒരുപക്ഷെ അതിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും മുഖ്യമന്ത്രി അടക്കം മാധ്യമങ്ങളോട് ഇനി പ്രതികരണം നടത്തുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ എന്ത് മറുപടി അതിന് നൽകും മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് ദേശീയപാതകളുടെ നിർമ്മാണങ്ങൾ, ബ്രിഡ്ജുകൾ, പാലങ്ങൾ, അതോടൊപ്പം വലിയ വിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം മറ്റ് അനുബന്ധ മേഖലകളിലും നടത്തിയ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെയൊക്കെ ആണിക്കല്ലായി ഇടത് സർക്കാർ ഉയർത്തിക്കാട്ടിയിരുന്ന പ്രധാനപ്പെട്ട ഒരു അഭിമാന പദ്ധതിയായിരുന്നു കിഫ്ബി, അഭിമാന സംരംഭമായിരുന്നു കിഫ്ബി. അതേ കിഫ്ബി 56,000 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാനത്തിന് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ മുൻഗണനാ ക്രമത്തിൽ മാത്രം കിഫ്ബി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു എന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ അത് കൃത്യമായി മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷത്തെ എത്തിക്കും. അതിന് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളായിരിക്കും അവർ നടത്തുക എന്നതാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഇതൊരു ധനസ്ഥിതിയുടെ കൃത്യമായ നേർചിത്രം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് അതിൽ ഒരു രാഷ്ട്രീയവുമില്ല, ജനങ്ങൾക്ക് അതറിയാനുള്ള അവകാശമുണ്ട് എന്നായിരുന്നു. പക്ഷേ ഇതിലെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടെ, അതായത് ഈ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കിഫ്ബിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്രയധികം കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ട് എന്ന കാര്യം പുറത്തേക്ക് വരുന്നതിലൂടെ തീർച്ചയായും അതാണ്, അതായത് കിഫ്ബിയെ ചൊല്ലിയുള്ള വലിയ തോതിലുള്ള തർക്കത്തിന് ഒരു പക്ഷേ ഈ ധവളപത്രത്തിലെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഇടവരുത്തുമെന്നുള്ളതാണ്. ഒപ്പം ഡാനിത, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ട്രഷറിയിൽ മെയ് 16 മിച്ചമുള്ളത് 2211 കോടി രൂപ, 2211.96 കോടി രൂപ എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, അതായത് LDF സർക്കാരിന് ശേഷം UDF സർക്കാർ അധികാരത്തിലേറാൻ സമയത്ത് AK ആന്റണിയുടെ
ഒരു പ്രതികരണം അതാണ് വലിയ തോതിൽ ചർച്ചയ്ക്ക് ഇടവരുത്തിയത്. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്ന സാഹചര്യം എന്ന നിരീക്ഷണമുണ്ടായിരുന്നു. അതിന് ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ നൽകിയ മറുപടി അങ്ങനെയൊന്നുമല്ല സാഹചര്യം. ട്രഷറിയിൽ 5000 കോടി രൂപയിലേറെ ബാക്കി വെച്ചിട്ടുണ്ട് ഈ സർക്കാർ എന്നുള്ളതാണ്. പക്ഷേ വിവരാവകാശ രേഖകൾ പ്രകാരം പോലും അതാണ് മറുപടി എന്ന തരത്തിൽ ഇടത് ക്യാമ്പയിനുകൾ പുരോഗമിക്കുന്ന സമയത്ത് ഇപ്പോഴിതാ പറയുന്നു അങ്ങനെയല്ല കണക്കുകൾ. 2211.96 കോടി രൂപയാണ് ട്രഷറിയിൽ മെയ് 16 മിച്ചമുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഡേറ്റ തന്നെയാണ് ഈ മെയ് 16 എന്നതുകൂടിയാണല്ലോ നമുക്ക് എടുത്തു പറയേണ്ടത്. അപ്പോൾ അതുമാത്രവുമല്ല, സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 20% പലിശ അടയ്ക്കാൻ വേണ്ടി മാത്രം ചെലവാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമാകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി. അതായത് ഒരു സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനം അതിൻ്റെ 20%, 100 രൂപ ലഭിക്കുന്നുവെങ്കിൽ 20 രൂപയും പലിശ അടയ്ക്കാൻ മാത്രമാണ്. അത് മുതലിലേക്കല്ല പോകുന്നത് എന്നതുകൂടിയാണ് പ്രേക്ഷകർ ഓർക്കേണ്ടത്. പലിശയ്ക്ക് വേണ്ടി മാത്രമായി ആ തുക മാറ്റിവെക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗുരുതരമാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ ധവളപത്രം എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഡാൻ, അഭിലാഷ, സംസ്ഥാനത്തിന്റെ മൂലധന ചെലവ് രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലാണ്. GSDPയുടെ 1.3% മാത്രമാണ് മൂലധന ചെലവ് എന്ന് എടുത്തു പറയുന്നു. അതോടൊപ്പം സംസ്ഥാനം വൻ സാമ്പത്തിക ബാധ്യതയിലാണ് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടത് പൊതുകടം 5.07 ലക്ഷം കോടി രൂപയായി ഉയർന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. അതിൽ തന്നെ ഇനം തിരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം ശമ്പള ഇനത്തിൽ മാത്രം 39,904 കോടി രൂപ ചെലവായി എന്ന് പറയുമ്പോൾ പെൻഷൻ ഇനത്തിൽ 27,885 കോടിയും ചെലവിട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വായ്പാ തിരിച്ചടവ് ഇനത്തിൽ മാത്രം 29,138 കോടി രൂപയാണ് ചെലവായിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കടബാധ്യത 1.5 ഇരട്ടിയിലധികമാണ് കേരളത്തിൻ്റേത് എന്ന് കൂടി ഈ ധവളപത്രം വ്യക്തമാക്കുന്നു. സർക്കാർ നിയമസഭയിൽ വെച്ച വരുമാനത്തിൻ്റെ 77.6% ശമ്പളവും പെൻഷനുമായി നൽകേണ്ട സ്ഥിതിയാണ് നിലവിലെന്ന് കൂടി പരാമർശമുണ്ട്. ട്രഷറിയിൽ മെയ് 16 മിച്ചമുണ്ടായിരുന്നത് 2211.96 കോടി രൂപയാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ അത് എടുത്തു പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. KSRTCയും ജല അതോറിറ്റിയുമാണ് സാമ്പത്തിക നഷ്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന കാര്യവും ഈ ധവളപത്രത്തിൽ എടുത്തു തന്നെ പരാമർശിക്കുന്നുണ്ട്. യെസ്, ഇതാ ഗുരുതരമാകുന്ന ആരോപണങ്ങൾ, അതായത് ഗുരുതരമായ നിരീക്ഷണങ്ങൾ, കണ്ടെത്തലുകൾ. അങ്ങനെയാണ് ഇപ്പോൾ ഈ ധവളപത്രം വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായി, അതായത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ത് എന്ന് വ്യക്തമാകുന്ന ധവളപത്രം ആണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് സർക്കാരിൻ്റെ ഒഫീഷ്യലായ ഡോക്യുമെൻ്റാണ്, ഏറ്റവും ഔദ്യോഗികമാകുന്ന രേഖ. അങ്ങനെയാണ് നമുക്ക് ധവളപത്രത്തെ വിലയിരുത്താൻ സാധിക്കുക. ഇത് ഒരു സ്റ്റേറ്റ് പുറത്തിറക്കുന്ന, സർക്കാർ പുറത്തിറക്കുന്ന ആധികാരികമാകുന്ന കണക്കുകൾ. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് അറിയാൻ പറ്റുന്ന ഏറ്റവും ആധികാരികമാകുന്ന ഡോക്യുമെൻ്റ് എന്നതാണ് ധവളപത്രം എന്നത്. അതാണ് നേരത്തെ മുൻ ധനമന്ത്രി സൂചിപ്പിച്ചത്. അതായത് സർക്കാരിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ അത് പുറത്തേക്ക് പോകുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ സർക്കാർ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ്. ആ നികുതിപ്പണം എങ്ങനെ ചെലവാക്കുന്നു, ആ നികുതിപ്പണം ഏത് നിലയിലൊക്കെയാണ് ചെലവാക്കപ്പെടുന്നത്, അതിൻ്റെ ശതമാനം എത്രയാണ്, ഇതെല്ലാം പബ്ലിക്കിന് അറിയുക. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലം മുന്നോട്ടാണ് പോകുന്നത്. അവിടെ ഭരണം കൂടുതൽ സുതാര്യമാകേണ്ടതുണ്ട്. നികുതിപ്പണം എന്തു ചെയ്യുന്നു, എങ്ങനെ വിനിയോഗിക്കുന്നു, അതിലെത്ര ബാധ്യതയുണ്ട്, ഇതെല്ലാം ജനങ്ങൾ അറിയുക തന്നെ വേണം. അവിടെയാണ് ഈ ധവളപത്രം പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇതാദ്യമായല്ല സംസ്ഥാന ധവളപത്രം പുറത്തിറക്കുന്നത്. ഇതിനു മുമ്പ് പലതവണ ധവളപത്രം പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ധവളപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് സംസ്ഥാനത്തിൻ്റെ പൊതുകടം എത്രയാണ്, സംസ്ഥാനത്തിൻ്റെ വരുമാനം എത്രയാണ്, കേന്ദ്രവിഹിതം എത്രയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ധവള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.